നമസ്കാരം. വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നെറ്റോസ് 2020 എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. അതിൽ എല്ലാ വ്യാഴാഴ്ചയും ഒരു പൂൾ ഇൻകം റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്, 11/12/2025 വ്യാഴാഴ്ച ദിവസമാണ് എന്നുള്ളത്. ഇന്ന് അതിരാവിലെ 5:30 ഒരു കട്ട് ഓഫ് ടൈം കംപ്ലീറ്റ് ആയി. ആ കംപ്ലീറ്റ് ആയ സമയത്ത് എനിക്ക് ലഭിച്ച പൂൾ ഇൻകം ഞാൻ ഇപ്പോൾ വിഡ്രോ ചെയ്യാൻ പോവുകയാണ്. അത് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് അതേ ദിവസം തന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ്. ഇപ്പോൾ 12:29 സമയത്താണ് ഞാനത് വിഡ്രോ ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാൻ വാലറ്റ് ഓപ്പൺ ആക്കുന്നു. ഈ വാലറ്റിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് എത്ര വാലറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ മാസ്ട്രോ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വാലറ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് അതിൽ NFT 2020 പ്ലാറ്റ്ഫോം ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കുന്നു. ഓപ്പൺ ആക്കുന്ന സമയത്ത് ആ സൈറ്റ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നു. അതിൽ വലതുവശത്ത് കാണുന്ന 3 ലൈൻസ് ആണ് മെനു എന്ന് പറയുന്നത്. ആ മെനുവിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ റഫറൽ എന്നൊരു മെനു കാണാം. ആ റഫറൽ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ലോഡിംഗ് ഡേറ്റാസ് വന്നു. ഈ ഡേറ്റാസ് താഴത്തേക്ക് എടുക്കുന്നു. ഇവിടെ ക്ലെയിം ബട്ടൺ വന്ന് കിടക്കുന്നുണ്ട്. നോക്കൂ, ആ ക്ലെയിം ബട്ടൺ $100.54 ഉണ്ട്. ഞാൻ ജസ്റ്റ് ക്ലെയിം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ തന്നെ ബ്ലോക്ക് ചെയിൻ കൺഫർമേഷൻ ചോദിച്ചു. ഞാൻ കൺഫർമേഷൻ കൊടുത്തു. എൻ്റെ പാസ്വേഡ് കൊടുത്തു. എൻ്റെ ഫിംഗർ ടിപ്പാണ് പാസ്വേഡായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ പാസ്വേഡ് കൊടുത്തു. അത് ക്ലെയിം ആയി. ഞാൻ ആ സെക്കൻഡിൽ തന്നെ എനിക്ക് എൻ്റെ വാലറ്റിൽ ചെക്ക് ചെയ്താൽ ആ എമൗണ്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ആ എമൗണ്ട് അവിടെ വന്നു കഴിഞ്ഞു. അതിൽ നിന്ന് ഒരു തരത്തിലുള്ള ഡിഡക്ഷൻസും സിസ്റ്റം ചെയ്യുന്നില്ല. പൂർണ്ണമായിട്ടും ആ എമൗണ്ട് എനിക്ക് വിഡ്രോ ചെയ്ത് കിട്ടാൻ പറ്റും. ഇനി അടുത്ത വാലറ്റിലേക്ക് ഞാൻ പോകുന്നു. ആ വാലറ്റിൽ ഞാൻ പോയി ഞാൻ വീണ്ടും ഇവിടെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഇപ്പോൾ $652 അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഞാനിപ്പോൾ നെറ്റോസ് 2020 എന്ന പ്ലാറ്റ്ഫോം ഞാൻ എടുത്തു മെനു എടുത്തു, റഫറൽസ് എന്ന മെനു എടുത്തു. റഫറൽസ് എന്ന മെനുവിൽ ഏറ്റവും താഴെയായിട്ട് ക്ലെയിം ബട്ടൺ കിടക്കുന്നുണ്ട്. $502.745 ഇവിടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ എമൗണ്ട് കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രവർത്തനത്തിന്റെ ഫലമായി കിട്ടിയതാണ്. ആ എമൗണ്ട് ഞാൻ ജസ്റ്റ് കൊടുക്കുന്നു, വിഡ്രോ ചെയ്യുന്നു. അത് സക്സസ്ഫുൾ ക്ലെയിമായി. ഞാൻ ജസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവിടെ പെട്ടെന്ന് കയറി വരുന്നത് കാണാൻ സാധിക്കും. നോക്കൂ, $502 അവിടെ വന്നു കഴിഞ്ഞു. വീണ്ടും അടുത്ത വാലറ്റ് ഞാൻ സെറ്റ് ചെയ്യുന്നു. ആ വാലറ്റിൽ വീണ്ടും പോകുന്നു. ഇത് രണ്ടും ഞാൻ വിഡ്രോ ചെയ്ത് പൂൾ 2 ഇൻകം ആണ്. ഇനി അടുത്ത 2 വാലറ്റിൽ പൂൾ 1 ഇൻകം ഉണ്ട്. ആ പൂൾ 1 ഇൻകം ഞാൻ വിഡ്രോ ചെയ്യാൻ പോവുകയാണ്. അതിനും റഫറൽ തന്നെയാണ് പോകേണ്ടത്. റഫറൽ പോകുമ്പോൾ ഏറ്റവും താഴെ പൂൾ 1 ഇൻകം കിട്ടാൻ സാധ്യതയുണ്ട്. അത് $189.49 ഉണ്ടായിരുന്നു. ഞാൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ എമൗണ്ടും എനിക്ക് വിഡ്രോ ചെയ്യാൻ സാധിച്ചു. ജസ്റ്റ് കൺഫേം കൊടുക്കുന്നു, പാസ്വേഡ് കൊടുക്കുന്നു. സെയിം ആ എമൗണ്ടും ഞാൻ എന്ത് ചെയ്തു, വിഡ്രോ ചെയ്തെടുത്തു. ഇനി എനിക്ക് വേണ്ടത് അടുത്തൊരു വാലറ്റും കൂടെ ഉണ്ട്. ആ വാലറ്റ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കുന്നു. ആ വാലറ്റ് ഓപ്പൺ ആക്കുമ്പോൾ അതിലും റഫറൽ എന്ന മെനുവിൽ ഏറ്റവും ലാസ്റ്റ് പൂൾ പോയിന്റ് ഉണ്ട്. അതും പൂൾ 1ന്റെ ഇൻകം ആണ്. അതും ഞാൻ വിഡ്രോ ചെയ്യുന്നു. ജസ്റ്റ് വിഡ്രോ ചെയ്തു കഴിഞ്ഞപ്പോൾ അതും എനിക്ക് കിട്ടി. ടോട്ടൽ ഈ ഒരു 3 ഇവന്റിലൂടെ മാത്രം എനിക്ക് ലഭിച്ചത്, ആദ്യത്തേത് നമ്മൾ കണ്ടു $100.54 രണ്ടാമത്തേത് നമ്മൾ കണ്ടു $502 ആണ്. മൂന്നാമത്തത് 189 സംതിങ് ഉണ്ട്. അത് ഞാൻ നോക്കുന്നില്ല. അടുത്തത് 189. മൊത്തം $980 എനിക്ക് വിഡ്രോ ചെയ്യാൻ സാധിച്ചു. പൂളിംഗത്തിലൂടെ മാത്രം കിട്ടിയതാണ്. ഇനി ഈ ഒരാഴ്ചയിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ കൂടുതൽ പൂൾ പോയിന്റ് നേടാമെന്നുള്ളതാണ്. പൂൾ പോയിന്റ് നേടാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പൂൾ 1ൽ ഞാൻ 75 NFTOS എൻ്റെ ഐഡിയിൽ വാങ്ങിക്കൊണ്ടിരുന്നാൽ എനിക്ക് 1 പോയിന്റ് കിട്ടും. അപ്പോൾ 2 വാലറ്റിൽ ഓരോ പോയിന്റ് കിട്ടാൻ കാരണം അതിൽ 2ലും ഞാൻ 75 വെച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കി തരാൻ വേണ്ടിയും ആളുകൾക്ക് ഇതിന്റെ സാധ്യത ബോധ്യപ്പെടുത്താൻ വേണ്ടിയും ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഗതിയാണ്. സെയിം ആ 75ന് 1 പോയിന്റ് ആണ്. 75ന് 1 പോയിന്റ് കിട്ടും. അപ്പൊ 150 ചെയ്താലോ 2 പോയിന്റ് കിട്ടും. അങ്ങനെ 2 പോയിന്റ് നേടിയ ആൾക്കാർ എൻ്റെ ടീമിലുണ്ട്. അങ്ങനെ 2 പോയിന്റ് നേടിയ ആൾക്കാർക്ക് ഇന്ന് ലഭിച്ചത് 189 × 2 $378 ആണ്. അവര് അവരുടെ പേഴ്സണൽ ആക്ടിവിറ്റി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും വലിയ അച്ചീവ്മെന്റിലേക്ക് അവർ ഉയരാൻ സാധിക്കുന്നു.
എന്റെ ടീമിൽ നിന്ന് 10 പോയിന്റ് പൂൾ ടു നേടിയ ആൾക്കാരുണ്ട്. അവർക്കെല്ലാം കിട്ടിയത് 100.54 പ്രകാരം $1005.4 ഒരാൾക്ക് മാത്രം കിട്ടിയത്. സിസ്റ്റത്തിൽ 2 പോയിന്റ്, 3 പോയിന്റ്, 5 പോയിന്റ്, 10 പോയിന്റ് ഒക്കെ നേടിയ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ടോപ്പ് ഏണർ ഞാൻ മനസ്സിലാക്കുന്നത് പൂൾ 2-ൽ 15 പോയിന്റ് നേടിയ ഒരാളാണ് ഈ ഒരാഴ്ചയിൽ. അതായത് 11/12/2025 ക്ലോസ് ചെയ്ത സമയത്ത് ഏൺ ചെയ്തവർ. സ്വാഭാവികമായിട്ടും ഒരു ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ സാധ്യത NFTOS 2020 ഓപ്പൺ ആക്കി തരുന്നുണ്ട്. നമ്മൾ വാങ്ങുന്ന ഓരോ NFT യൂണിറ്റുകളും സെല്ല് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. ആ പ്രോഫിറ്റ് ഒരു ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും 15% ഉണ്ടാകും. $1000 കൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം $1150 നമുക്ക് സെല് ചെയ്ത് നമുക്ക് കിട്ടുന്ന അർത്ഥം, ട്രേഡിംഗ് പ്രോഫിറ്റ് മാത്രം. അതുകൂടാതെയാണ് പൂൾ പോയിന്റ് കിട്ടുന്നത്. പൂൾ പോയിന്റിലൂടെ കിട്ടുന്ന ഇൻകം. അപ്പോൾ ഒരു $1000 കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. എങ്കിൽ $1000-ന് $20 NFT വെച്ച് നോക്കുമ്പോൾ ഡിവൈഡ് ബൈ 20 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 50 NFTOs വാങ്ങാൻ പറ്റും. 50 NFTOs. സോ 50 NFTOs ഒരാൾ വാങ്ങുമ്പോൾ അയാളുടെ അപ്ലൈന് ഒരു ലീഡർഷിപ്പ് പൂൾ പോയിന്റ് കിട്ടുന്നുണ്ട്. ഇനി അതിന് കൂടെ ഒരു 25 NFTOs കൂടെയും അദ്ദേഹം വാങ്ങുകയാണ്. ഒരാഴ്ച കൊണ്ട് വാങ്ങി തീർത്താൽ മതി. അപ്പൊ 75 NFTOs ആയി. അങ്ങനെ 75 NFTOs വാങ്ങാൻ വേണ്ടി അദ്ദേഹം മുതൽ മുടക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് $1500 ആയിരിക്കും. ഈ $1500 15% എന്ന് പറയുമ്പോൾ $225 പ്രോഫിറ്റ് മാത്രമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാകും. അതിന്റെ കൂടെ ഒരു പൂൾ പോയിന്റിലൂടെ $189 കിട്ടിയെന്ന് പറയുമ്പോൾ $414 ആയി. $414 ഡിവൈഡ് ബൈ 1500 എന്ന് പറയുമ്പോൾ അതിന്റെ പെർസെന്റേജ് ഓഫ് ഗ്രോത്ത്, പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 27% പ്രോഫിറ്റ് ഉണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ വേറെ ഏത് സെഗ്മെന്റിൽ നമ്മൾ വർക്ക് ചെയ്താലും ഒരാഴ്ച കൊണ്ട് ഇത്രയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിൽ ഈ സിസ്റ്റത്തെ മനസ്സിലാക്കി ഏറ്റെടുക്കുന്ന രൂപത്തിൽ കൃത്യമായിട്ടൊന്ന് ഏറ്റെടുത്ത് നോക്കിയോ വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഒരു ടീം ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ആശയം എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഇതുപോലെ ഒരു $1500 ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേരെ സ്പോൺസർ ചെയ്തു. അപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്തു? ഒരാഴ്ച കൊണ്ട് 75 NFTOs വാങ്ങി. അങ്ങനെ ഒരു 10 പേരെയാണ് ഒരാൾ സ്പോൺസർ എന്ന് വിചാരിക്കുക. 75 NFTOs വീതം 10 പേര് വാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഡയറക്റ്റ് സ്പോൺസർഷിപ്പിൽ മാത്രം 750 NFTOs ബൈ ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അപ്പൊ സ്പോൺസറായി നിൽക്കുന്ന വ്യക്തിക്ക് എന്ത് വരുമാനം കിട്ടും? ഈ 750 NFTOs ബൈ നടക്കുമ്പോൾ ഓരോ NFTOs ബൈ നടക്കുമ്പോഴും $0.5 വെച്ച് അദ്ദേഹം റെഫറൽ കമ്മീഷൻ കിട്ടുന്നുണ്ട്. സോ $375 റെഫറൽ കമ്മീഷൻ കിട്ടി. ഇനി ഓരോ 50 NFTOക്കും അദ്ദേഹത്തിന് ഒരു പോയിന്റ് കിട്ടുന്നുണ്ടാവും. സോ 15 പോയിന്റ് അദ്ദേഹത്തിന് കിട്ടി. ഒരു പോയിന്റിന് നമ്മൾ കണ്ടു $100 ആണ്, $100.54 ഈ ആഴ്ച ഉള്ളത്. അപ്പൊ $1508 അവിടെ കമ്മീഷൻ മാത്രമായിട്ട് അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാൻ സാധിച്ചു. അപ്പൊ 1508 പ്ലസ് 375 $1883 ഒരു 10 പേരെ കൊണ്ട് ഈ ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോൾ കിട്ടുകയാണ്. അതായത് 10 പേർക്ക് 27.6% ലാഭം എടുത്ത് ഒരാഴ്ച നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം മാത്രമാണ് $1883. ഒരു ഡോളറിന് 93 രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാൽ 1,75,000 വരുമാനം. ചിന്തിക്കണം, ഏതൊരു ട്രേഡ് ബ്രോക്കർ ആകട്ടെ, ഏതൊരു ട്രേഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ആളായിക്കോട്ടെ, ഇത്തരത്തിൽ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ ഇത്രയും പോസിറ്റീവായി, ഒരു റിസ്ക് ഇല്ലാതെ, ടെൻഷൻ ഇല്ലാതെ, ഫ്രീ മൈൻഡോട് കൂടി ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏത് പ്ലാറ്റ്ഫോമാണ് നമ്മുടെ മുമ്പിലുള്ളത്? അവിടെയാണ് NFTOS 2020 എന്ന പ്ലാറ്റ്ഫോമിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആശയമാണ്, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സയൻസ് ആണ്. ഏറ്റെടുക്കുക, വളരെ മനോഹരമായി നേട്ടങ്ങൾ ഉണ്ടാക്കുക. സോ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.